ഏത് രൂപത്തിലേക്ക് മാറി എന്ന് ഞങ്ങൾ പറയുന്നില്ല. പവർ കട്ട് എന്നാൽ എന്ത് എന്ന് അറിയാതിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നോക്കൂ 10 വർഷം ഈ കേരളത്തിനകത്തെ ഈ 10 വർഷത്തിനിടയിൽ ജനിച്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് പവർ കട്ട് എന്താണെന്നോ ലോഡ് ഷെഡിങ് എന്താണെന്നോ അറിയാതിരുന്ന കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സഖാക്കൾ പറഞ്ഞൊരു കാര്യം, UDF അധികാരത്തിലേക്ക് വന്നാൽ ഈ നാട് ഒരു ഇരുണ്ട യുഗത്തിലേക്ക് മാറും എന്ന് തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടതുപക്ഷം ഇത് UDFനെതിരെ കോൺഗ്രസിനെതിരെ പറയുന്നൊരു കഥ മാത്രമാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞ ആളുകൾ, കോൺഗ്രസുകാരുൾപ്പെടെയുള്ള ആളുകൾ എന്തിനിവരെ ജയിപ്പിച്ചു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, അവരെ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറി എന്നുള്ളതാണ്. നോക്കൂ, ഈ നാടിനകത്ത് അധികാരത്തിലേറി മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ജനം അനുഭവിച്ചു തുടങ്ങി കോൺഗ്രസ് എങ്ങനെയാണ് ഒരു ഭരണത്തെ നേരിടുന്നത് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ അരമണിക്കൂറും 1 മണിക്കൂറും ലോഡ് ഷെഡിങ്ങുകൾ ഏർപ്പെടുത്തുക, പവർ കട്ട് ഏർപ്പെടുത്തുക. നോക്കൂ, ഈ സമയം ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകകപ്പ് നടക്കുകയാണ്, ഫുട്ബോൾ ലോകകപ്പ് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം ആവേശപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ അവരുടെ ആവേശത്തെ അപ്പാടെ തല്ലിക്കെടുത്തുന്ന രൂപത്തിലേക്ക് 1 മണിക്കൂർ പവർ കട്ട്, ഇതാ ഞങ്ങൾ ഒരു വിസ്മയം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സതീശന്റെ വക ഒരു പവർ കട്ട് ഏർപ്പെടുത്തുകയാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ നിങ്ങൾ വിഡ്ഢികളാക്കിയിരിക്കുന്നു.